അങ്ങോട്ട് ലോകത്തിലെ തന്നെ നമ്പർ 1 എയർപോർട്ടായി മാറിയിട്ടുണ്ട് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടുത്തെ ലോഞ്ച് ആയാലും കുട്ടികളുടെ പ്ലേ ഏരിയ പിന്നെ ബാക്കി എല്ലാ ഫെസിലിറ്റിയും ഒരു 5 സ്റ്റാർ ലെവൽ ഫെസിലിറ്റീസാണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഇത്രയും ആർട്ട് ഇൻസ്റ്റലേഷനുള്ള എയർപോർട്ട് വേറെ ഉണ്ടായില്ല. ഇതേപോലത്തെ 3 ടെഡി ബെയറാണ് ലോകത്തുള്ളത്. 2 പ്രൈവറ്റ് കളക്ഷനിലും. ഇത് ആ 3 ഏറ്റവും വലിയ ടെഡി ബെയറാണത്. അത് തന്നെയാണത്. ഇത് ന്യൂയോർക്ക് സീഗ്രാം ബിൽഡിങ്ങിന് മുന്നിലുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ 7 മീറ്റർ ആണ്. ആൻഡ് ഇതിൻ്റെ വില $6.3 million. ഇപ്പോൾ ജസ്റ്റ് ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് ഖത്തർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഞങ്ങൾ മഹ സർവീസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. മഹ സർവീസ് ഇപ്രാവശ്യം ചൂസ് ചെയ്യാനൊരു കാരണമുണ്ട്. ലാസ്റ്റ് ടൈം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇമിഗ്രേഷൻ ഒരു ലോങ് ക്യൂ ആയിരുന്നു. ഓൾമോസ്റ്റ് 1 hour എടുത്തു ക്ലിയർ ചെയ്യാൻ. ഞങ്ങളുടെ പിള്ളേർ ഉറങ്ങായിരുന്നുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ബാക്കി കുട്ടികളൊക്കെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷേ ഫാമിലീസിന് സെപ്പറേറ്റ് എക്സ്ക്ലൂസീവ് ലൈനില്ല, പ്രയോറിറ്റി ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പ്രാവശ്യം മഹ സർവീസ് ട്രൈ ചെയ്യാമെന്ന്. കാരണം ഒരു ട്രാൻസിറ്റ് ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ടൈമാണ് മഹ സർവീസ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയാണെന്നറിയില്ല, നോക്കി നോക്കാം. ഞങ്ങളിപ്പോൾ അൽമഹ ലോഞ്ചിലാണ്. അവർ ഞങ്ങളുടെ പാസ്പോർട്ടും ഖത്തർ IDസും കളക്ട് ചെയ്തുകൊണ്ട് പോയി.
വിതിൻ ഒരു 2 മിനിറ്റ്സിൽ ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ മെട്രാഷന് നോട്ടിഫിക്കേഷൻ വന്നു, എൻട്രി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട്. ലഗേജ് ടാഗ് അവർ കളക്ട് ചെയ്തു. ലഗേജ് അവർ കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ വെയിറ്റിംഗ്.